തുകൽ വ്യവസായം പോലെ നഗരചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു മേഖലയാണ് വസ്ത്രങ്ങൾക്ക് ചായം കൊടുക്കുന്ന ഡൈ ബിസിനസ്. ഇദ്രീസ് ഒന്നാമൻ നഗരം സ്ഥാപിച്ചതു മുതൽക്കേ നെയ്ത്തും അനുബന്ധ വ്യവസായങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. മധ്യകാല നൂറ്റാണ്ടുകളിൽ സ്പെയിനിലെ നഗരങ്ങളിലേക്ക് കമ്പിളി, സിൽക്ക്, പരുത്തി വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്ത പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊന്നായിരുന്നു ഫെസ്സിലെ മദീന. കലാകാരന്മാരുടെ നഗരമെന്നും അക്കാലത്ത് ഫെസ് അറിയപ്പെട്ടു. നെയ്ത്തുകാരുടെയും തയ്യൽക്കാരുടെയും സമൂഹങ്ങൾ ഇപ്പോഴും മാർക്കറ്റിനകത്തുണ്ട്. മൊറോക്കോയിലെ സവിശേഷമായ ഒരു എംബ്രോയ്ഡറി മാതൃകയാണ് ദൃശ്യങ്ങളിലുള്ളത്. താജിനെ എന്നും താലി എന്നുമാണ് ഈ ശൈലി അറിയപ്പെടുന്നത്. പ്രധാനമായും കല്യാണ ദിവസം വധു ധരിക്കുന്ന വസ്ത്രങ്ങളിലാണ് ഇത് ഉപയോഗിച്ചു വരുന്നത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുകളും മുത്തുകളുമാണ് താലി വസ്ത്രങ്ങളെ വേറിട്ടു നിർത്തുന്നത്. പുതിയ കാലത്ത് അത്രത്തോളം ആർഭാടമില്ലെങ്കിലും മുത്തുകളും മറ്റും ഒറിജിനൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്. ഫെസ്സിന്റെ തൊട്ടടുത്ത മെക്കനസും ഈ അലങ്കാരപ്പണികൾക്ക് പേരുകേട്ട പട്ടണമാണ്. പഴയ വസ്ത്രങ്ങളിൽ ചായം പൂശി പുതുക്കിയെടുക്കുന്ന വിദ്യ വലിയൊരളവോളം ദാരിദ്ര്യവുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കേരളത്തിലും മറ്റും ഇത്തരം കടകൾ കണ്ടുകിട്ടുക പ്രയാസമാണെങ്കിലും നൂറ്റാണ്ടുകൾക്ക് ശേഷവും മൊറോക്കോയിൽ ഈ ജോലി സജീവമായി നടക്കുന്നുണ്ട്. ഫെസ് നഗരത്തെക്കുറിച്ച ഈ എപ്പിസോഡുകൾ പൂർണ്ണമായും കാണാൻ യൂട്യൂബിൽ ജേർണിസ്റ്റ് ചാനൽ സന്ദർശിക്കൂ.